ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയും. സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അഞ്ജുവിൻ്റെ പിറന്നാളാണ്. അഞ്ജുവിൻ്റെ പിറന്നാളായിട്ട് പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നുമില്ല. ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. അതൊന്നും നടപ്പിലാക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പം ഇങ്ങനെ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അവളെ പിറന്നാളായിട്ട് ഈ വീട്ടിലത്തെ എല്ലാവരുടെ പിറന്നാളിനും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. അതിപ്പോൾ നിങ്ങൾ പറയും അതൊരു കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ കൂടിയും എനിക്ക് ഇവിടെ വന്ന കാലം തൊട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നൊന്നും യൂട്യൂബ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു ഇയറിൽ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല. അന്നടക്കം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സായിട്ടും ഷൂസായിട്ടും ഏട്ടൻ്റെ വക വാച്ചായിട്ടും ഒക്കെ. എന്തിനു പറയുന്നത്, അഞ്ജുവിൻ്റെ അനിയൻ സഞ്ജു എനിക്ക് നിഖിൽ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഷർട്ടും ടോപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കോമൺ ആയിട്ടൊരു സംഭവമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ പിറന്നാൾ വരുമ്പോൾ എന്തായാലും കൊടുക്കാതിരിക്കില്ല. അതങ്ങനെയാണ് അല്ലേ? അതല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഞങ്ങൾ കൊടുത്തു. അതിപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്കും വലിയ അച്ഛൻ വരെ ഞങ്ങൾ കൊടുക്കും. അതൊരു സന്തോഷമാണ്. അവരുടെ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് അവർ സന്തോഷിക്കുമ്പോൾ. അപ്പോൾ എന്തിനു പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ മിനി ചേച്ചി ഇടയ്ക്ക് വരുന്നുണ്ട്. മിനി ചേച്ചി പിറന്നാൾ ഞങ്ങൾ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചിയുടെ പിറന്നാൾ ഒരു കേക്ക് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പിറന്നാളായിട്ട് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയും മഞ്ജുവിൻ്റെയും നല്ലൊരു ഫ്രെയിം, അതേപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഞങ്ങൾ മീൻസ് അങ്ങനെ ലൈക്ക് ദാറ്റ് എന്തെങ്കിലും ഒരു സംഭവം. ഫ്രെയിം മീൻസ് ഇങ്ങനത്തെ ഒന്നും ഫ്രെയിമല്ല. ഇപ്പം നമ്മൾ ഇത് വരുന്നില്ലേ ഇങ്ങനെയാണ് സംഭവം. ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. അപ്പം ആ ഒരു ടൈമിലുള്ള ഒരു പിക്ക് വേണമെന്നായിരുന്നു. ഞങ്ങൾ ഫോട്ടോ കൊടുത്തിട്ട് ഇപ്പം അങ്ങനെയൊക്കെ കാണിക്കാമല്ലോ. അപ്പം അങ്ങനെ ഒരു കൂട്ടനെനിക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ച് ദിവസം മുന്നേ ചെയ്യേണ്ട ഒരു ഇതായിരുന്നു. അതൊന്നും എനിക്ക് ഓർമ്മ, അതായത് ടൈം ഉണ്ടായില്ല. നമ്മളെ വീട്ടിലത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ല. അപ്പം ഒരു 1 month ഒരു മിനിമം വേണം അവരോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ കയ്യിൽ കിട്ടാനൊക്കെ ആയിട്ട്. മീൻസ് എനിക്കത് അറിയില്ല, ഞാൻ ഒരു കോണ്ടാക്ട് ചെയ്തില്ല. എനിക്ക് ആ ഒരു സമയം ഈ പറഞ്ഞ പോലെ കുറച്ച് കേസുകളൊക്കെ ആയിട്ട് ഞാനത് വിട്ടുപോയി. പിന്നെ 2 ദിവസം മുന്നാണ് ഞാൻ വീണ്ടും ആലോചിച്ചത് അഞ്ജുവിൻ്റെ പിറന്നാളാണല്ലോ ഒക്കെ. അപ്പം പിന്നെ വേറെ ഒന്നും ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും വിളിക്കുമ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കും. യൂസ്ഫുൾ ആയത് എന്താണോ അത് ഞാൻ എടുത്തു കൊടുക്കും. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഡ്രസ്സിനാണ് നല്ലത് മെറ്റീരിയൽ. അപ്പോൾ ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും നിഖിൽ ചേട്ടനും അല്ലുക്കുട്ടനൊക്കെ ഇറങ്ങണം. അപ്പം അല്ലുക്കുട്ടൻ രാവിലെ തന്നെ മിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയായിട്ട് വേഷം കെട്ട് എടുത്തിട്ട് കൊടുത്തു പോയതാണ് ഗൈസ്. ഒരു തൈര് സ്വൈര്യം തരുന്നുണ്ടായിരുന്നില്ലേ? അമ്മയ്ക്ക് ഓട്ടി പൊന്നെ. ശോരിയടി മോലെ. അപ്പം ഷർട്ട് ഇട്ടിട്ടുണ്ട് രണ്ടുപേരുടെയും. ഇനി ടൗച്ചും പാമ്പേഴ്സും ഒക്കെ ഇടിക്കണം. ചികിത്സേൻ്റെ ഡ്യൂട്ടിയാണ്, വേറെ അതല്ല. എനിക്കത് മുടി കെട്ടാറുണ്ട്. പിന്നെ ഇവരെ കുപ്പിയിൽ പാലൊക്കെ വാഷ് ചെയ്തിട്ട് പാലൊക്കെ നിറച്ച് വെക്കണം. പോണ വഴിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം പാറൂസിന് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാനും കസിൻസ് ഒക്കെ ഉണ്ടായ. ഇപ്പം കുറച്ച് പേര് പറഞ്ഞിരുന്നത് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ടല്ല ഇത്ര പേര് പോയതെന്ന്. അല്ല, അഫ്കോഴ്സ് അല്ല. അതായത് നമ്മുടെ ഈ വീട് മാത്രമല്ല, നമുക്കൊരു 12 കുടുംബങ്ങളുണ്ട്. അത് കഴിഞ്ഞ് കുറേ അച്ഛൻ അമ്മ കണക്ഷൻസ് വേറൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ നമ്മൾക്ക് ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണ്. ഇവരെല്ലാവരും വരും. എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേരുണ്ട്, 150 പേരുണ്ട്. അപ്പം അവർ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്കായാലും അവർക്കായാലും കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പം അന്നൊരു ദിവസം ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഈവനിങ് പാറുക്കുട്ടനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെല്ലാവരും പോവില്ലേ, കസിൻസ് എല്ലാവരും കൂടിയിട്ട് അത് പാറുവിനെ കൊണ്ടുവരുന്നതിലുപരി ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നുള്ളൂ. തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. അങ്ങോട്ട് പോകുന്നു, അപ്പം സംസാരിക്കുന്നത്, അതൊക്കെ ഒരു വൈബല്ലേ. അപ്പം അത് ഞാൻ എടുത്തു എന്നുള്ളൂ. അതിപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിലും ഞങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ. ഞങ്ങൾ ചാനൽ തുടങ്ങണേക്കാളും മുന്നേ ഇപ്പം കാണിക്കുന്നത് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു. അതിലുപരി നമ്മൾ കുറച്ചും കൂടി മീൻസ് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി അത് ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേ ഉള്ളൂ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉൾക്കൊള്ളാൻ പറ്റുന്നവർ അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പറഞ്ഞോളൂ, ഇറ്റ്സ് ഓക്കെ. ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളും നമ്മൾ കണ്ടെത്തുന്നത്രേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും റെഡി ആവട്ടെ. ഞാൻ പോയിട്ട് പറഞ്ഞ് കുറേ കഥ നമ്മൾ പോവാൻ സെറ്റായിട്ടുണ്ട്. അപ്പം അല്ലുക്കുട്ടനെ അനൂസിനെയും പാമ്പേഴ്സും ഡ്രസ്സ് ഞാൻ ഇടിച്ചിട്ടുണ്ട് മോളിത്തെ. അപ്പം പാമ്പേഴ്സ് ഇടിക്കോ? പാമ്പേഴ്സും ഡ്രസ്സ് ഇടിപ്പിക്കോ?
അല്ല ഇതല്ലേ എന്റെ ഡ്യൂട്ടി. അല്ലോ നമ്മൾ നമ്മുടെ ലവ് ലാപ്പാണ് യൂസ് ചെയ്യാറ് എപ്പോഴും. ഇപ്പൊ കുറച്ചാളായിട്ട് നമ്മൾ ലവ് ലാപ്പാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അടിപൊളിയാണ് സംഭവം. ഇത് പൊട്ടിച്ചതില്ലേ? അപ്പുറത്തുണ്ടല്ലോ. അടിപൊളിയുടെ സാധനം നോക്കി. ഭയങ്കര ഡബ്ബി കമ്പിയുണ്ടോ? ബ്ലൂ ബാൻഡ് കാണിക്കും. ബ്ലൂ ബാൻഡ് അതല്ല, മറ്റേ ഡിസ്പോസിബിളിന്റെ ആ സാധനം കാണിക്ക്. ആ യെല്ലോ ലൈൻ കാണിക്ക്. എന്റെ ക്യാമറ ഓക്കെ അതെ. ഹലോ റെഡി? അമ്മ റെഡി ചെയ്യുന്ന പറഞ്ഞേ. അമ്മ റെഡി ചെയ്യുന്ന പറഞ്ഞേ. ഓക്കെ അത് ശരി. ഇങ്ങോട്ടായിരുന്നു എന്റെ ഓക്കെ. അമ്മ കുറേ നാൾക്ക് ശേഷമായിട്ട് വീട്ടിൽ വന്നത്. കുറേ നാളായി. അതായത് അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ തൊട്ട് എന്നെക്കാൾ മുന്നേ തൊട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് വീട്ടിലെത്തുന്നത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അമ്മനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തുകൂടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണെന്നറിയില്ല, നമ്മുടെ വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ തന്നെയാണ് ആ ഒരു ഇതുള്ളത്. അതെങ്ങനെയാണ് നമ്മളൊരാൾ കുറയുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഇത് മനസ്സിലാവേണ്ടത്. അപ്പോൾ കണ്ണച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിട്ട് അച്ഛൻ വീട്ടിലേക്ക് വന്നതാണ്. ഇനി അത് ശരിയാകുമ്പോൾ എടുക്കാൻ പോകണം. അപ്പം അച്ഛനോട് പറയായിരുന്നു, ഇപ്പോൾ ഇവിടെ ആരുമില്ല, അച്ഛൻ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ഞാനായാലും അഞ്ചായാലും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. കുട്ടച്ചനാണെങ്കിൽ ഒരു മരണമുണ്ട്, അപ്പോൾ അതിന് പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്തായാലും ഇവിടെ ബോറടിച്ചിരിക്കുന്നു. അപ്പോൾ അഞ്ചിൻ്റെ കൂടെ പൊക്കോളം പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് ഷൂസ്. അപ്പോൾ കുറച്ച് പേരോട് ചോദിച്ചു, കാശിക്ക് അല്ലൂനും ഹൈനൂസിനും എടുത്തതല്ലേ, അപ്പോൾ എന്താ കാശിക്ക് എടുക്കാഞ്ഞത്? നമ്മുടെ അയിനുക്കുട്ടനെ തന്നെ ഒരു ഷൂ അവിടെ നിന്ന് കിട്ടി. അല്ലുക്കുട്ടനെ കിട്ടാൻ ഞങ്ങൾ വേറൊരു കടയിലാണ് പോയത്. അപ്പോൾ കാശിക്കുട്ടനെ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ കാശിക്കുട്ടനെ കൊണ്ടുപോയിട്ട് ഇട്ട് നോക്കിയിട്ട് വേണം വാങ്ങിക്കുന്നത്. നമ്മൾ ഒരു ഐഡിയ വെച്ച് വാങ്ങിക്കാനായിട്ട് ഡ്രസ്സും സംഭവങ്ങളൊന്നും അല്ലല്ലോ. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയാലും അത് വേറെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർക്ക് 3 പേരും ഒരേപോലെ ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ചില കാര്യങ്ങൾക്ക് അതിൻ്റെതായ കുറച്ച് എന്താ പറയുക പ്രോപ്പർ വേ ഉണ്ട്, അതിൽ കൂടെ തന്നെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ടാറ്റ ബൈ പറഞ്ഞ് ഇറങ്ങാണ് കേട്ടോ. അല്ലുമോനെയും അയിനുമോനും എടുത്തിട്ടുണ്ട്. സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരാളെ വീട്ടിലാക്കിയിട്ട് പോകാറാണ് പതിവ്. പക്ഷെ 2 പേരെടുത്തു. ഇതാകെ ഒരു കാര്യം മാത്രമേ വാങ്ങിക്കാനുള്ളൂ, ജസ്റ്റ് ഒരു മെറ്റീരിയൽ മാത്രമേ വാങ്ങിക്കാനുള്ളൂ. അതുകൊണ്ട് പിന്നെ അത് വേഗം കഴിയുന്ന വിചാരിച്ചോളായിട്ട് 2 പേര് എടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ വട്ടം കറങ്ങേണ്ടി വരും. എന്തെങ്കിലും കാര്യത്തിൽ 2 പേരെ നോക്കാൻ നമുക്ക് സമയമുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ കളികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിക്കറ്റ് കളി. എന്തോ കോൾ വന്നിട്ട് സംസാരിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, കണ്ണച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിട്ട് അച്ഛൻ വന്നതാണ്. അത് കഴിയുമ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ട് പോകണം. ഇവിടെ അച്ഛനും മക്കളും ഭയങ്കര തല്ലൂട്ടാണ്. അപ്പൊ നമ്മള് പോണത് കൊടുങ്ങല്ലൂർക്കാണ്. ഒരു ഡ്രസ് മെറ്റീരിയൽ എടുക്കണം, ചുരിദാർ മെറ്റീരിയൽ എടുക്കണം. എങ്ങടെ പോണതൊക്കെ അഞ്ചുന് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പൊ നിങ്ങളല്ലേ ഇപ്പൊ പറയും നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനെയൊക്കെ. പക്ഷെ ബിക്കോസ് നമ്മളെ വീട്ടിൽ 10 പേരുണ്ട്. 10 പേരും പിറന്നാൾ വരുമ്പോൾ ഒരാൾക്ക് മാത്രം ചെയ്താൽ പോരല്ലോ. പ്രത്യേകിച്ച് അഞ്ചുന് ചെയ്യണം എനിക്ക്. അത് ഏതൊരു സിറ്റുവേഷനിലായാലും സിറ്റുവേഷനൊക്കെ ഓക്കെയാണ്. ഇപ്പൊ എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോ തിരിച്ചത് വീട്ടിലിപ്പോ വന്നിട്ടുണ്ട്. അമ്മയായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ വേറെ പരിപാടികൾ സംഭവങ്ങളൊന്നുമില്ല. കേക്ക് കട്ടിങ് അതൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ എന്തായാലും അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് പോണത്. അതെനിക്ക് നിർബന്ധമാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികള്. ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് ഡ്രസ് മെറ്റീരിയൽ നോക്കാൻ പോണോ അല്ലെങ്കിൽ ആദ്യത്തെ നോക്കിട്ട് തിരിച്ചു വരണോന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഭയങ്കര വാശിയായിട്ടല്ലൂന്. എന്തുട്ടാണ്
പറ. ഞാൻ ക്ലോസ് ചെയ്തില്ലേ നീ? ഓക്കെ താത്താനാണോ? ഓപ്പൺ. ഓക്കെ ഓപ്പൺ എന്ന് പറഞ്ഞ ക്ലോസ് അല്ല, ഓപ്പൺ. ഓക്കെ. അവന്റെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു, കളയാൻ വേണ്ടി എന്നെ കൊണ്ട് ഗ്ലാസ് ഓപ്പൺ ചെയ്യിപ്പിച്ചതാണ്. അതിന് ക്ലോസ് 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 എന്ന് പറഞ്ഞു. അല്ലേ കണ്ണമ്മയുടെ കണ്ണു പോലെയാണോ? ആണോ ആണോ ആണോ? അതിനുള്ളത് എന്റെ അത്രയ്ക്ക് നീട്ടില്ല, പക്ഷെ വലിപ്പുണ്ട് അവന്. പക്ഷെ നോർമലൈസ് ആയിട്ടാ. പക്ഷെ അല്ലിയുടെ കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന് വലിയ കണ്ണാണ്. പക്ഷെ ലാഷസ് ഒക്കെ കുറവാ. എനിക്ക് ഞാൻ ഡെലിവറി പ്രഗ്നന്റ് ആയിരുന്നപ്പോ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറോ സംഭവങ്ങളോ ഒന്നും ആയിരുന്നില്ല. എനിക്ക് തല നിറച്ച മുടിയായിട്ട് നിഖിൽ ചേട്ടന്റെ പോലെ നല്ല സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടുള്ള ഒരു മുടി വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയി പോയി. എന്റെ പോലത്തെ മുടിയായിട്ട് ലിപ്സ്റ്റിക് വേണം നിനക്ക്? ലിപ്സ്റ്റിക് സംസാരിക്കാൻ നോക്കാം. എൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് കണ്ടിട്ട് ഇവന്മാർക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ ഇടുന്ന കാണല്ല. അപ്പം എൻ്റെ ചുണ്ടത്ത് വന്നിട്ട് ഉമ്മ വെച്ചോണ്ടിരിക്കുക. മൂപ്പര് എന്തായാലും കളറാവുമല്ലോ. അപ്പം എൻ്റെ ചുണ്ടത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവർക്ക് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഞങ്ങൾ അത് അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. വേറെ കണ്ണേതാ സംഭവങ്ങൾ അതൊക്കെ എന്താ പറയുക നിർത്തിയിട്ടുണ്ട്. പക്ഷെ ലിപ്സ്റ്റിക് ഇടുന്ന കാണുമ്പോൾ ഒരു കൊതിയാകുമ്പോൾ പിന്നെ വിചാരിക്കും പാവങ്ങൾ വിചാരിച്ച് ചുമ്മാ ഒന്ന് ഇപ്പം ഇങ്ങനെ കാണിച്ചെടുക്കുമ്പോൾ കാണിക്കും കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കേട്ടൗണിലേക്കാണ്. കുഴിമന്തി കഴിക്കാൻ തീരുമാനിച്ചു. ഐനൂസ് ഏകദേശം ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അവൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ കുത്തി ഏൽപ്പിക്കാൻ പറ്റില്ല. കാരണം അവൻ നല്ല ഡീപ്പ് ഉറക്കമായിരിക്കും, വേഷം കെട്ടായിരിക്കും. അപ്പം അതിനേക്കാളും മുന്നേ അവൻ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിക്കോട്ടെ. ഇപ്പോൾ ഒത്തിരി ദിവസമായി വെജ് തന്നെയായിരുന്നു നമ്മുടെ വീട്ടിൽ. ഇപ്പം എന്നാണ് ഇപ്പം നമ്മളിപ്പോൾ കഴിക്കാൻ പോണത്. വാ വേഗം പാടി. എനിക്ക് മന്തി അത്ര താല്പര്യമില്ല കേട്ടോ. എനിക്ക് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഊണിഷ്ടമാണ്, അതായത് നോൺ വെജ് ഊണ് ഇഷ്ടമാണ് കേട്ടോ. മന്തി എനിക്ക് ഒരു മാക്സിമം സത്യം വെറുതെ പറയാൻ ഒരു 6 വൈക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കൈ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെക്കൂട്ടിന് പറ്റിയ കിഡ്സിൻ്റെ ആ ഒരു ബേസിൻ കണ്ടുപിടിച്ചു കേട്ടോ. നീൽച്ചേട്ടൻ പറയുന്നത് കണ്ടിട്ട് അവൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള കിട്ടിയപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് അത് തുറന്ന് വാഷ് ചെയ്തവൻ വന്നു. അല്ലിക്കുട്ടനെ എപ്പോഴും അതിനെ കോപ്പിടിക്കലാണ് പണി. ഇന്ന് വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടിയിട്ടില്ല. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 പേരും ഇന്ന് ഫുഡ് കഴിച്ചോളും. കാരണം വിശക്കുന്നുണ്ടെന്ന് നമുക്ക് അവരെ മുഖം കണ്ടാൽ അറിയാം. അതായത് ഭയങ്കര ഒരു പരവശമായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മൈൻഡൊന്നും ഉണ്ടാവില്ല. ഇത് പാപ്പം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നി വിശക്കുന്നുണ്ടെന്ന്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദഹനത്തിൻ്റെ മരുന്ന് കൊടുത്തു. ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ആദ്യം ചട്നി എത്തിയിട്ടുണ്ട്. മയോണൈസും മറ്റേ ചുവന്ന ചട്നി എത്തിയിട്ടുണ്ട്. എനിക്ക് ഇത് രണ്ടും കൂട്ടിയിട്ട് ഞാൻ അധികം മിക്സ് ചെയ്ത് കഴിക്കില്ല. അപ്പോൾ എനിക്ക് ഒന്നുകൂടിയും തലയ്ക്ക് അടിക്കും. അതുകൊണ്ട് ഞാൻ സാധാരണ ചിക്കൻ വന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ പ്ലസ് ചോറ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ. അത് ഞാൻ കുഴിമന്തിയിൽ അൽഫാം മന്തിയാണ് എനിക്കിഷ്ടം. അതല്ലാതെ കുഴിമന്തിയോ അല്ലെങ്കിൽ മറ്റേ ഷവായോ അതൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് നല്ല മസാല ഇട്ട് നല്ല സ്പൈസി ആയിട്ടിരിക്കുന്ന സംഭവങ്ങളാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അല്ലും ഐനൂസിനും ഇവിടെ സെറ്റാക്കി എടുത്തിരിക്കുന്നത്. കാരണം ഇവർ സീറ്റുമ്പോൾ കയറിയിട്ട് അപ്പുറത്തുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ചേട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് എത്തിയിരിക്കുന്ന ഫുഡ് വരുമ്പോൾ ഇനി എന്തായാലും ഫോൺ കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവർ ഫുള്ള് അലമ്പാകും. ഫുഡ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിള്ളേരെയും കൊണ്ടുപോകുമ്പോൾ ഹോട്ടൽ നോക്കുമ്പോഴുണ്ടല്ലോ, ഞങ്ങൾ ഇതേപോലെ സോഫ ഉള്ള ഹോട്ടലിലേക്ക് കയറും. വേറെ ഒന്നല്ല, ഇവർ ഇരുത്തി കൊടുക്കാനായിട്ടും പിന്നെ ആ ഒരു പ്രൈവസിക്കും വേണ്ടിയിട്ടാണ്. നമുക്ക് 2 ആൾക്കും പോകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ലേ, എവിടെ ഇരുന്ന് ആരെ കൂടെ വേണമെങ്കിലും ഇന്ന് കഴിക്കാം. പക്ഷേ ഇവരെയും കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവർക്കൊരു പ്രൈവസിക്കും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടങ്ങളിൽ പോകണം കേട്ടോ. അപ്പോൾ നിഖിൽച്ചാൻ്റെ ഷവായി മന്തി കാണാനായിട്ട് നല്ല രസമുണ്ട്, വലിയ പീസൊക്കെ ആയിട്ട്. പക്ഷെ എനിക്കത് കഴിക്കാൻ ഇഷ്ടമല്ല. കാണുമ്പോൾ അടിപൊളിയാണ്. എനിക്ക് ഇങ്ങനെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പൈസിയും അതൊക്കെ സംഭവങ്ങളൊക്കെ വേണം. എന്നാലേ എനിക്കൊരു സുഖം ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. നമ്മൾ വീട്ടിൽ ഒട്ടുമിക്ക സാധനങ്ങളും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. ഇത്രയായിട്ടും കുഴിമന്തി നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. യൂട്യൂബിൽ നോക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നേക്കാളൊക്കെ വെച്ചിട്ട് ഭയങ്കര സിമ്പിൾ പ്രോസസ്സാണ് എന്നാണ് എനിക്കറിയില്ല. ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇത് വേണോ?
ഫോൺ വേണോ? ഫോൺ വേണല്ലേ? അല്ലിക്കുട്ടനൊരു വായ കൊടുത്തു, ചിക്കൻ കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് എരിവൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം. ആദ്യം ഞാൻ കഴിച്ച് നോക്കും, എന്നിട്ട് ഇവർ കൊടുക്കുള്ളൂ. എരിവൊക്കെ ഇവർക്ക് ഓക്കെയാണ്, ഓവർ എരിവല്ല, എന്നാലും ഒരു നോർമൽ രീതിയിൽ വളരെ ചെറുപ്പത്തിൽ തൊട്ടിന് കഴിച്ചു തുടങ്ങി. ഇപ്പോൾ ഈ ചമ്മന്തി കൂട്ടി കഴിക്കൽ എനിക്ക് അത്ര വലിയ സുഖമില്ല, എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാലും ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ചുവന്ന ചമ്മന്തി എടുക്കാറുണ്ട്. അൽഫാം മാത്രം കഴിക്കുകയാണെങ്കിൽ ഞാൻ മയോണൈസ് കൂട്ടി കഴിക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇവർ രണ്ടുപേരും കൈ വാഷ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ വാഷൊക്കെ ചെയ്തോളും, ഒരാളെ കണ്ട് മറ്റാളും ചെയ്തോളൂ കേട്ടോ. കൈയും ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നപ്പോൾ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. വലിയ ചെക്കന്മാരായി, നമ്മൾ ചെയ്യാൻ സമ്മതിക്കില്ല. ആരെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ മറ്റാൾ എന്താ പറയുക, അച്ഛനെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് അങ്ങനെ തുടപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് അതേപോലെ തന്നെ ചെയ്യണം, ഞങ്ങൾ തന്നെ തുടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു പെപ്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അത് ബാക്കി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാവം തോന്നിയപ്പോൾ ഇച്ചിരി കൊടുത്തതാണ്. അതല്ലാതെ നമ്മൾ നിന്നും പെപ്സി ഒന്നും കൊടുക്കണില്ല. അതൊന്ന് ഒട്ടും മീൻസ് അവരെ പെപ്സി സംഭവങ്ങൾ ഒട്ടും കാണിക്കാറില്ല കേട്ടോ. മിഠായി പറഞ്ഞ പോലെ നമ്മളായാലും ആ അമ്മമാരൊക്കെ വരുമ്പോഴായാലും വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് നമ്മൾ കൊടുക്കണം കേട്ടോ. പിന്നെ ഫുഡ് നമ്മൾ പോകുമ്പോൾ ഇവർക്ക് എന്തായാലും കൊടുക്കാതിരിക്കില്ല. അതും ഞങ്ങൾ വീക്കിലി വൺസ് എന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തേക്ക് പോകാറുണ്ട്. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എത്തി പാർക്കിങ്ങിൽ ഇരിക്കുകയാണ്. രണ്ടുപേരാണെങ്കിൽ നല്ല അടച്ചിലാണ് അല്ലേ ഇത്? അതെ, ഉറക്കത്തിന്റെ അടച്ചിലാണ്. ഉറങ്ങണേക്കാൾ മുന്നേ പോയിട്ട് ഞാൻ എന്റെ ഡ്രസ്സും അതേപോലെ സീറ്റിന്റെ കളറൊക്കെ ഏകദേശം എന്റെ ഫേസിന്റെ കളർ കുറച്ച് കളർ കൂടിയോണ്ട് കുഴപ്പമില്ല. ഇവിടെ എപ്പോഴും ഭയങ്കര കമ്പാരിസൺ, എനിക്ക് കളറില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ പറയൂ എനിക്ക് കളർ ഉണ്ടോ ഇല്ല ഒരു കളറിലല്ല കാര്യം ഇരിക്കുന്നത്. മക്കളെ അവിടെ നോക്കി ഇതോ കുറച്ചുള്ള മുടി കളയല്ലേ നീ. അപ്പൊ നമുക്ക് നേരെ പോവാ. എന്തിനൊക്കെ ഇത് എടുക്കാൻ ഉദ്ദേശിക്കണേ? എന്തായാലും പ്ലാനിങ് ഉണ്ടോ? എന്തായാലും നീ ഒരു 500 റുപ്യക്കുള്ള സാധനം ഇവിടെ എടുത്ത് കൊടുത്തോ. ഞങ്ങൾ ഈ പ്രാവശ്യത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഈ കലാപരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറയും, ഞാൻ പറയും ഇല്ല. പിന്നെ ഇങ്ങനെ ജനുവരി എത്താൻ നേരത്തെ നിന്റെ അടുത്ത് പറയല്ലേ ഇതാക്കല്ലേ. അപ്പൊ നമ്മ നേരെ ചെല്ലട്ടെ. ഓക്കെ, വാടാ 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 വാടാ. ഞാനങ്ങനെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ അതിൻ്റെ പേയില്ല, മീൻസ് എനിക്കിഷ്ടമാണ് ഇത് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി. ഞാനത് എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. സോ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ആർക്കായാലും അറ്റ്ലീസ്റ്റ് ഒരു റോസാപ്പൂവിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അതെനിക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യം. അപ്പം എനിക്ക് സന്തോഷം കിട്ടണമെന്ന് ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡ്രസ് കടയിൽ എത്തിയിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് ചുരിദാർ മെറ്റീരിയൽ ഉള്ളത്. അപ്പം മിക്കതും കൽപ്പകയിൽ നിന്ന് തന്നെയായിരിക്കും ഞങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാട്ടോ. അത് പ്രൊമോഷൻ സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ ഞാൻ അവൾക്ക് ഇല്ലാത്ത കളറൊക്കെ നോക്കി എടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയുള്ള കളറ്, പിന്നെ ആ നെക്കിൻ്റെ ഡിസൈൻ, നല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു സംഭവം. ഞാൻ ഷോളും ഒക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളെ മീൻസ് ഞാനിങ്ങനെ ഓരോരുത്തർക്ക് എടുക്കുകയാണെങ്കിലും ആലോചിക്കും സ്യൂട്ടബിൾ ആണോ എന്ന് ആലോചിച്ചു. അപ്പോൾ അവൾക്കായാലും ഓക്കെയാണ്, നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. പിന്നെ ഞാൻ നോർമലി ഒരു സാധാ ഒരു ചുരിദാർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. 500 താഴെ ഉള്ളൂ ഓരോന്നും. അപ്പോൾ നല്ല ചുരിദാറുകളാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോഴും ഈ ഒരു ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടതിന് കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതേപോലത്തെ കളർ ഓൾറെഡി അവൾക്ക് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഫിക്സ് ആക്കി. ആ റോസ് കണ്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റേറ്റ് കുറവാണ്, ഒരു ചുരിദാർ എടുത്ത് വെക്കാം. ഇപ്പോൾ തയ്ച്ചില്ലെങ്കിലും മീൻസ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകാൻ പറ്റിയ പോലത്തെ ആയാലും നല്ല നല്ല മെറ്റീരിയൽ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ ഡെയിലി വെയർ ഒന്നല്ല, അതിലുപരി നമുക്ക് ഓക്കെയാണ് ഒരു മെറ്റീരിയൽ ആയിരുന്നു. അപ്പം ഞാൻ രണ്ടിനെടുത്ത് പിടിച്ചു, ഇതിലേതാ ഭംഗി നോക്കാൻ വേണ്ടി, ബ്ലൂവും റോസും. അപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞു, ചേച്ചിക്ക് ബ്ലൂ ആയിരിക്കും കുറച്ചുകൂടി ഭംഗി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ഫ്ലാറ്റ് ആയിപ്പോയി. ബ്ലൂ ഫുള്ള് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഷാളും ഇങ്ങനത്തെ ഒരു കുറച്ച് പൊന്തിയ ഷാളൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അത് ഫിക്സ് ചെയ്തു. അങ്ങനെ 3 ചുരിദാർ എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നല്ലൊരു ബഡ്ജറ്റിൽ നമുക്ക് കിട്ടി. അങ്ങനെ ബില്ലടിക്കുന്ന സ്ഥലത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പിള്ളേരാണെങ്കിൽ അവിടെ നല്ല കളിയാണ്. നല്ല കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഗിൻസിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക. അവിടെ ഞാത്തിട്ടിട്ടുണ്ടാവില്ലേ. അല്ലുകൂടനാണെങ്കിൽ അവിടെ കിടന്നിരുന്ന് മെഴുകാണ്. അപ്പോൾ അതിനോടും പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ആ സാധനം വലിക്കരുത്. അപ്പോൾ അയിനൂസിനോട് പ്രത്യേകം പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലു അങ്ങനെ വലിച്ചാണ്ട് അപ്പോൾ അപ്പുറത്തുള്ള ചേച്ചിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആൻറ്റി ചേറ്റ എന്ന്. അപ്പം അവർക്കാർക്കും അത് മനസ്സിലായില്ല. ഞാൻ നോക്കിയിരിക്കുന്നു. അവനോട് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വലിക്കരുന്ന്. അപ്പോൾ ചേട്ടൻ വലിച്ചിട്ടുണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പോൾ അവൻ അപ്പുറത്തുള്ള ഒരാളോട് ചെന്ന് പറഞ്ഞു.
അങ്ങനെ ബില്ലൊക്കെ അടിച്ചു. നമ്മളിത് ഇറങ്ങണ വഴിക്ക് ഇതാ അവൻ്റെ അമ്മയും വലിയമ്മയും യൂസ് ചെയ്യുന്ന സാധനം കണ്ടപ്പോൾ ഒന്ന് എടുത്തേക്ക് പോയതാണ് കേട്ടോ. ഇപ്പം ഇവരിങ്ങനെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും നോക്കും കേട്ടോ ട്വിൻസിനെ കാണുമ്പോൾ. പണ്ട് നമ്മൾ നോക്കിയിരുന്ന പോലെ ഇപ്പം എൻ്റെ കിടാങ്ങളെല്ലാവരും നോക്കും. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സംഭവം തന്നെ കിട്ടി. എനിക്കിഷ്ടമായിട്ടാ. അധികം നമ്മൾ ലേറ്റ് ആയില്ല, പെട്ടെന്ന് തന്നെ കിട്ടി. രണ്ട് മെറ്റീരിയലും ഒരു മെറ്റീരിയൽ എനിക്ക് കിട്ടിയില്ല. അല്ല എനിക്ക് നല്ല ഭംഗിയുണ്ടല്ലോ ആ കളറ്. ആദ്യമായിട്ടാ ചെന്ന് അപ്പൊ തന്നെ ഡ്രസ് എടുത്ത് പോരണേ. എന്ത് സാധനം എടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും കുറച്ച് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത് അല്ലേ? അല്ല എനിക്ക് അപ്പൊ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ അഞ്ചും ചേട്ടനൊക്കെ ആയിട്ട് പുറത്ത് പോയിരിക്കുകയായിരുന്നു. അവർക്ക് എന്താ വേറെ എന്തോ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പാറൂസിനെ കൊണ്ടുവരാൻ നേരം നോക്കിയിട്ട് നമ്മളിവിടെ എത്തിയിട്ട. അവര് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. ഞങ്ങളും ലേറ്റ് ആയിട്ട് ഒരു 12:30 എങ്ങാണ്ട് ഇറങ്ങിയത്. അവർ 1 മണിക്ക് എങ്ങാണ്ട് ഇറങ്ങിയത്. പാറൂസ് 3:30 സ്കൂൾ വിടും. അപ്പൊ അതിനേക്കാൾ മുന്നേ ഞങ്ങൾ എത്തിയിട്ട് അമ്മയില്ല. അമ്മ ഇപ്പൊ തന്നെ ഒന്ന് ചേച്ചിയുടെ അടുത്തേക്ക് പോയി. അവിടെ ചേച്ചി ഒറ്റയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല 2 മെറ്റീരിയലാണ് കിട്ടിയത്. അതായത് നല്ല കളറും നല്ല മെറ്റീരിയൽ ആയിരുന്നു. അല്ലെങ്കിൽ കുറെ നേരം തപ്പണം തരയണം അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഒരെണ്ണം എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. അപ്പൊ വേറൊരാൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. നല്ലതാവണം എന്തായാലും. നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്, കൊടുക്കുന്ന പൈസക്കുള്ള സംഭവം കിട്ടണം. അതല്ലാതെ ഞാൻ മീൻസ് എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്. ഇപ്പോൾ ഒരു ചുരിദാറിന് തന്നെ എനിക്കായാലും ആർക്കാലും എടുത്തെടുക്കുമ്പോൾ ഒരു നോർമൽ ഒരു കാണാൻ ചിലപ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും. അതിന് ഒരു ഗുമ്മില്ലാത്ത ചുരിദാർ 2000 രൂപ കൊടുത്തു അല്ലെങ്കിൽ 1000 രൂപ കൊടുത്തു ഞാൻ എടുക്കൂല. അത്യാവശ്യം കാണാനുള്ളത് കണ്ടാൽ ഒരു 1000-1500 രൂപയ്ക്കുള്ള മുതലുണ്ട് എന്ന് പറഞ്ഞ സംഭവം എടുക്കുള്ളൂ. അതല്ലാണ്ട് അതിൻ്റെ ചിലർ നല്ല സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് ആ ഒരു എന്താ പറയുക ക്ലോത്തിൻ്റെ ക്വാളിറ്റി നോക്കി എടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ആ വിഭാഗത്തിൽ പെടുന്ന ആളെയല്ല. ഞാനിപ്പോൾ ഒരു എന്താ പറയുക ചിലപ്പോൾ ഒരു 250-300 വരെ മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചിലപ്പോൾ ഒരു 600-800 വരെ പോളിച്ച് തോന്നിക്കും. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ അത് എടുക്കും, കാരണം നല്ലതാണത്. അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയില്ല, വൈകുന്നേരം നമ്മൾ കൊടുക്കാം. ഹാപ്പി ആട്ടോ. ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് ബർത്ത്ഡേകൾ ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അയൽക്കൂട്ടിൻ്റെ അതിനെക്കൊണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് August 12. അത് നാളിൻ്റെ എന്നാണോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഡേറ്റിൻ്റെ എന്നാണോ കഴിക്കണമെന്നൊന്നും തീരുമാനമായിട്ടില്ല. കഴിക്കുക മീൻസ് വേറെ ഒന്നല്ല, നമ്മളെന്തായാലും അവരെ ബർത്ത്ഡേ ആയതുകൊണ്ട്, കുഞ്ഞുമക്കളെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യും. എൻ്റെ വീട്ടിൽ നിന്നാലും അഞ്ചിൻ്റെ വീട്ടിൽ നിന്നാലും വിളിക്കും. ആ ഒരു സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായാലും വിളിക്കും. വലിയ ആഘോഷമായിട്ടൊന്നല്ല നടത്താം, എന്നാലും പക്ഷെ അവരെ ബർത്ത്ഡേ ഞങ്ങൾ മിസ്സാക്കൂല. അവർക്ക് എന്താ പറയുക, അവർ പറയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.